സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ ഫലം കായ്ക്കുന്നവർ ആരാണ്. യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. ആർക്കാണ് ഫലം കായ്ക്കാൻ കഴിയുന്നത്? ക്രിസ്തുവിൽ ഫലം കായ്ക്കാൻ കഴിയുന്നത് ആർക്കാണ്? എപ്രകാരമായാൽ മാത്രമേ ഒരു വ്യക്തിക്ക് ക്രിസ്തുവിൽ ഫലം കായ്ക്കുവാൻ കഴിയത്തുള്ളൂ? ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും എന്ന് കർത്താവായ യേശു പറയുന്നു. ഗോതമ്പ് മണിയിൽ ജീവനുണ്ട്. ആ തോട് പൊട്ടി തുറക്കുന്നില്ലെങ്കിൽ ഗോതമ്പിന് വളരുവാൻ കഴിയുകയില്ല. ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ എന്താണ്? അപ്പോൾ ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുക എന്ന് പറയുമ്പോൾ അത് നിലത്തു വീഴുമ്പോൾ അതിനൊരു മരണം സംഭവിക്കണം. അതിൽ എങ്ങനെയാണ് ഈ ഗോതമ്പ് മണിക്ക്, നിലത്തു വീഴുന്ന ഗോതമ്പ് മണിക്ക് മരണം സംഭവിക്കുന്നത്? നിലത്തെ ചൂട് മുതലായവ ഈ നിലത്തു വീഴുമ്പോൾ നിലത്തുള്ള ചൂട് ഗോതമ്പിൻ്റെ തോടിൽ തട്ടുകയും തോട് പൊട്ടി പിളരുന്നതാണ് അതിൻ്റെ മരണമെന്ന് പറയുന്നത്. ഒരിക്കൽ ഗോതമ്പിൻ്റെ തോട് പൊട്ടി പിളർന്നാൽ ഗോതമ്പ് വളരുവാൻ തുടങ്ങുന്നു. അപ്പോൾ നിലത്തു വീഴുന്ന ഗോതമ്പ് മണി നിലത്തു വീണ് പൊട്ടുമ്പോൾ അതിന് മരണം സംഭവിക്കുന്നു. അതിനുശേഷം പിളർന്നതായ ഗോതമ്പിൽ നിന്നും ഒരു ജീവനുള്ള തൈ, ജീവനോടെ അകത്തുനിന്നൊരു ജീവൻ്റെ ശക്തി വളരുവാൻ തുടങ്ങുകയാണ്. അതായത് ഉള്ളിൽ ജീവനുണ്ടോ എന്നല്ല, പുറത്തെ തോട് പൊട്ടി പിളരുമ്പോൾ അതിനകത്ത് നിന്നും ഒരു ജീവൻ്റെ പുതിയ തൈ പുറത്തേക്ക് വരികയാണ്. അതാണ് യേശു ഇവിടെ ഉപമകളിലൂടെ പറയുന്നത്. ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. അപ്പോൾ ആർക്കാണ് ക്രിസ്തുവിൽ ഫലം കായ്ക്കാൻ കഴിയുന്നത്? ഒരു ഗോതമ്പ് മണി നിലത്തു വീണ് ചത്തു കഴിയുമ്പോൾ അതിനകത്തു നിന്നും ഒരു ജീവൻ്റെ തൈ പുറത്തു വരുമ്പോൾ അതിൽ നിന്നാണ് ജീവൻ്റെ വിളവുകൾ, അതായത് ധാരാളം വിളവുകൾ, ധാരാളം ഫലങ്ങൾ അതിന് കായ്ക്കുവാൻ കഴിയുന്നത്. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. അപ്പോൾ പുറം തോട് നമ്മുടെ സ്വന്തം ജീവൻ തന്നെയാണെന്ന് കർത്താവ് തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ പുറമേയുള്ള തോട് സ്വന്തം ജീവൻ, പുറമേയുള്ള ജീവൻ, പുറമേയുള്ള ഇഷ്ടങ്ങൾ. പക്ഷേ ഉള്ളിലെ ജീവൻ ദൈവം നമുക്ക് നൽകിയത് നിത്യജീവനാണ്. ഈ ഉള്ളിലെ ജീവൻ പുറത്തു വരുവാൻ പുറമേയുള്ള ജീവൻ നഷ്ടമാകണം. പുറമേയുള്ളത് തകർക്കപ്പെടുമ്പോഴാണ് അകമേയുള്ള പുറത്തു വരാനുള്ള ജീവനുള്ള തൈ, ജീവൻ്റെ ശക്തി അത് പുറത്തേക്ക് വരുവാൻ സാധ്യമാകുന്നത്. ഒരിക്കലൊരു ദേവദാസൻ പറഞ്ഞത് ഇങ്ങനെയാണ്. അദ്ദേഹം ക്രിസ്തുവിൽ വന്ന ശേഷം തൻ്റെ അനുഭവം പറഞ്ഞത് ഇങ്ങനെയാണ്. താനൊരു മദ്യപാനിയും സിഗരറ്റ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുമായിരുന്നു. എന്നാൽ എൻ്റെ ഉള്ളിൽ യേശു വന്നപ്പോൾ ഞാൻ പുതിയ വ്യക്തിയായി തീർന്നു. ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് ഞാൻ ഒരിക്കൽ പാപം ചെയ്ത ദേശത്ത് തന്നെയാണ്. അത് മാറിപ്പോയിട്ടില്ല, ആ ദേശം മാറിപ്പോയിട്ടില്ല, ആ പ്രദേശത്തുനിന്ന് ഞാൻ മാറിപ്പോയിട്ടില്ല. ലോകപ്രകാരം നടന്ന ഇടത്ത് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ മദ്യപിച്ച കടയുടെ അടുക്കൽ കൂടെ തന്നെയാണ് ഞാൻ ബൈബിളുമായി കൊണ്ടുപോകുന്നത്. അതായത് ഞാൻ നടന്നു പോകുന്നത്. ഞാൻ സിഗരറ്റ് വാങ്ങി വലിച്ച കടയുടെ അടുക്കൽ കൂടെയാണ്
ഞാൻ നടന്നു പോകുന്നത്. എന്നാൽ ആ സ്ഥലം മാറിയിട്ടില്ല, ആ കട മാറിയിട്ടില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ, എൻ്റെ ഉള്ളിനകത്ത് മാറ്റമുണ്ടായി. എൻ്റെ ഹൃദയത്തിൽ യേശു വന്നപ്പോൾ എൻ്റെ പഴയ മനുഷ്യൻ്റെ പുറന്തോട് പൊട്ടിപ്പോയി. ഉള്ളിൽ നിന്നും യേശുവിൻ്റെ ശക്തി, ആത്മാവെൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ജീവൻ്റെ ശക്തി എൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ ഈ ലോകത്തിൽ ആയിരുന്നതെല്ലാം പുറംതോടിനെ ഞാൻ ഉപേക്ഷിച്ചു. ഇപ്പോൾ ഒന്നും എനിക്ക് തിരിച്ചെടുക്കാൻ ഒരിക്കലും മനസ്സ് വരികയില്ല. അതുകൊണ്ട് എനിക്ക് ഇനി ഞാൻ ഉപേക്ഷിച്ചതൊന്നും എനിക്കിപ്പോൾ തിരിച്ചെടുക്കാൻ ഒരിക്കലും എൻ്റെ മനസ്സ് അനുവദിക്കത്തില്ല. എൻ്റെ അകത്തെ മനുഷ്യന് മാറ്റം സംഭവിച്ചു. അതുകൊണ്ട് പാപം ചെയ്യാനുള്ള താല്പര്യം എന്നിൽ നിന്ന് മാറിപ്പോയി. അതായത് യേശു നമ്മെ പഠിപ്പിച്ചതുപോലെ ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നുവെങ്കിൽ അതിനകത്തുനിന്നൊരു ജീവൻ്റെ ശക്തി പുറത്തേക്ക് വരും. അതിനാൽ എന്നിൽ ക്രിസ്തുവിലുള്ള നല്ല ഫലം പുറപ്പെടുവിക്കുവാനും അത് അനേകർക്ക് എനിക്ക് അനുഗ്രഹമായി ഞാൻ തീരുവാനും, ഞാൻ ജീവിച്ച ലോകം എനിക്ക് മാറിപ്പോയില്ല, ഞാൻ ജീവിച്ച സ്ഥലം മാറിപ്പോയില്ല, ആ കടകൾ മാറിപ്പോയില്ല, ആ സാഹചര്യം മാറിപ്പോയില്ല, എന്നിലാണ് മാറ്റം സംഭവിച്ചത്. അതായത് ദൈവവചനം പഠിപ്പിക്കുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി, അതുതന്നെ പുതുതായി തീർന്നിരിക്കുന്നു. അതിനാൽ ഇനി പാപം ചെയ്യാൻ കഴിയുകയില്ല. പുറന്തോട് പൊട്ടി അകത്തെ വിത്ത് വളരുവാൻ തുടങ്ങിയാൽ കർത്താവിനായി നമുക്ക് ഉപയോഗപ്പെടുവാൻ കഴിയും. അതായത് പുറമേയുള്ള ചിന്തകളും ആഗ്രഹങ്ങളും, യേശു പറയുന്നു, ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയിരിക്കും, ചാകുകയാണെങ്കിൽ അതിന് വളരെ ഫലമുണ്ടാകും. അപ്പോൾ നിലത്തു വീണ് ചാകുമ്പോൾ അതിൽ നിന്നൊരു തൈ വരും, അതിൽ നിന്നൊരു ജീവൻ്റെ തൈ അകത്തു നിന്നും പുറത്തേക്ക് വരും, അതിൽ ജീവനുണ്ടാകും, അതിൽ നിന്ന് ധാരാളം വിളവുണ്ടാകും. അതുപോലെ പുറന്തോട് പൊട്ടി ഉള്ളിൽ ജീവൻ വയ്ക്കുമ്പോൾ കർത്താവിന് നമ്മെ ഉപയോഗിക്കാൻ കഴിയും. കർത്താവിന് നമ്മെ ഓരോരുത്തരെയും ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി, അത് പുതുതായി തീർന്നിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു വ്യക്തമായിട്ട് നൽകിയ ആ ഉപമയിലൂടെ, ആ കർത്തൃദാസൻ പറഞ്ഞ അനുഭവം, തൻ്റെ ഹൃദയത്തിനകത്തും ജീവിതത്തിലുമുള്ള പാപത്തെ ഉപേക്ഷിച്ച്, അതായത് ഒരു ഗോതമ്പ് മണി നിലത്തു വീണ് പുറന്തോട് പൊട്ടി അകത്തു നിന്നും ആത്മാവിൻ്റെ ഒരു പുതിയ മനുഷ്യൻ വെളിപ്പെട്ടതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം ഓരോരുത്തരും ഒരു ഗോതമ്പ് മണിയാണ്. നാം നിലത്തു വീണ്, അതായത് പാപത്തെ നമ്മൾ ഉപേക്ഷിച്ച് ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവിനെ, ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ചാൽ നമുക്ക് വിളവെടുക്കുവാൻ കഴിയും. അതായത് പുതിയ സൃഷ്ടിയായി ക്രിസ്തുവിന് നമുക്ക് ഫലം കായ്ക്കുവാൻ കഴിയും. ക്രിസ്തുവിൽ നമുക്ക് ഫലം കായ്ക്കുവാൻ കഴിയും. അത് നാം അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരും. അങ്ങനെയുള്ള ഒരു പുതിയ സൃഷ്ടിയെയാണ്, ഒരു പുതുതായി ജനിക്കുന്ന ഒരു വ്യക്തിയെയാണ് സ്വർഗത്തിലെ കർത്താവിന് ഉപയോഗിക്കാൻ കഴിയുന്നത്. ഗോതമ്പ് മണി നിലത്തു വീണ് ചത്ത് അതിൽ ഫലമുണ്ടാകുന്നതിനെ മാത്രമേ പരിശുദ്ധാത്മാവിന് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. ചാകുന്നില്ലെങ്കിൽ കർത്താവിന് ആ വ്യക്തിയെ ഉപയോഗിക്കാൻ കഴിയുകയില്ല. അതായത് പുറന്തോട് പൊട്ടുന്നില്ലെങ്കിൽ ആ വ്യക്തിയെ കർത്താവിന് ഉപയോഗിക്കാൻ കഴിയത്തില്ല. കർത്താവിന് നിങ്ങളെ ഉപയോഗിക്കുവാൻ, പ്രയോജനപ്പെടുത്തുവാൻ, നിങ്ങളിലൂടെ കർത്താവിന് അത്ഭുതങ്ങൾ ചെയ്യുവാൻ ആഗ്രഹമുണ്ടെന്നാൽ നീ ഒരു പുതിയ സൃഷ്ടിയായി തീരുവാൻ തയ്യാറാകുന്നുവോ, നിന്നിൽ നിന്നും വളരെ ഫലങ്ങൾ ഉണ്ടാകും. ഒരു വ്യക്തിയിൽ നിന്നും അനേക ഫലങ്ങൾ ഉണ്ടാകും. ഒരു ഗോതമ്പ് മണി നിലത്തു വീണ് പുറന്തോട് പൊട്ടി അത് ചാകുമ്പോൾ അകത്തു നിന്നും പുറപ്പെടുന്ന ഈ പുതുതായിട്ടുള്ള ആ തൈയിൽ നിന്നും അനേക ഗോതമ്പ് മണികളെ, അനേക ഗോതമ്പിനെ വിളവെടുക്കുവാൻ, വിളയിക്കുവാൻ, കായ്ക്കുവാൻ ഒരൊറ്റ ഗോതമ്പ് മണിയുടെ തൈയിന് കഴിയും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, കർത്താവിന് വേണ്ടി നീ സമർപ്പിക്ക്. കർത്താവിന് നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട്. നിന്നിൽ ദൈവത്തിന് ഫലം ഉളവാക്കുവാൻ ആഗ്രഹമുണ്ട്.
അങ്ങനെ സമർപ്പിച്ച് ജീവിതത്തിൽ ലോഹത്തിൻ്റെതായ ഗോതമ്പിനെ, ലോഹത്തിൽ ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് തോട് പൊട്ടി പുതിയ സൃഷ്ടിയായി അതിൽ നിന്നും അനേക ഗോതമ്പുകൾ ഉണ്ടാകുന്നത് പോലെ നിനക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്ത ശീലങ്ങളോ ദുർശീലങ്ങളോ നിരന്തരമായി നിന്നെ വേട്ടയാടുന്നുവെങ്കിൽ ആ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്ക്, ആ ക്രിസ്തുവിൽ ആശ്രയിക്ക്. നമ്മൾ കേട്ട ദൈവദാസൻ്റെ ജീവിതത്തിൽ തനിക്ക് മാറ്റം കൊടുത്തത് താൻ താമസിച്ച സാഹചര്യമോ ഏരിയയോ പാവമോ അല്ല പക്ഷേ മാറിപ്പോയത്. പക്ഷെ ഉള്ളിൽ ആത്മാവ് വന്നപ്പോൾ, ക്രിസ്തു വന്നപ്പോൾ അതെല്ലാം ഇന്നും ലോകത്തിലുണ്ട്. പക്ഷേ തന്നെ അത് ബാധിക്കുന്നില്ല. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ഉള്ളിൽ വന്നു. താനൊരു ഗോതമ്പ് മണിയായി നിലത്തു വീണ് പുറന്തോട് പൊട്ടി അകത്തു നിന്നൊരു പുതിയ വ്യക്തി വെളിപ്പെട്ടപ്പോൾ തന്നിലിതാ അനേകം 1000 ഗോതമ്പ് മണികൾ തന്നിലൂടെ വിളവെടുക്കുവാൻ, ഫലം കായ്ക്കുവാൻ കഴിയുന്നത് പോലെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെ കർത്താവിന് ആവശ്യമാണ്. നിങ്ങളെ ഉപയോഗിക്കുവാൻ കർത്താവിന് കഴിയും. ക്രിസ്തുവിൽ നിന്ന് ഈ ഒരു ഫലം കായ്ക്കുവാൻ സ്വർഗത്തിന് നിന്നെക്കൊണ്ട് ആഗ്രഹമുണ്ട്, നിന്നെക്കുറിച്ച് ആഗ്രഹമുണ്ട്. സമർപ്പിക്ക്. മാറ്റിക്കളയാൻ കഴിയാത്ത ശീലങ്ങളോ ദുർശീലങ്ങളോ പാവങ്ങളോ നിന്നെ വേട്ടയാടുന്നുവെങ്കിൽ, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞു പോയി. യേശുവിനെ നീ ഹൃദയത്തിൽ സ്വീകരിക്ക്, ആത്മാവിനെ സ്വീകരിക്ക്. നിന്നെ ഒരു പുതിയ വ്യക്തിയാക്കി അനേകർക്ക് ഫലം കായ്ക്കുന്ന, ക്രിസ്തുവിൽ ഫലം കായ്ക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി പരിശുദ്ധാത്മാവ് നിന്നെ തീർക്കും. സമർപ്പിക്ക്. ആമേ. അങ്ങനെ സമർപ്പിക്കുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവേ, ഒരു പുതിയ വ്യക്തിയായി ക്രിസ്തുവിൽ ഫലം കായ്ക്കുവാൻ ആഗ്രഹിക്കുന്ന, സമർപ്പിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിട്ടുമാറാൻ കഴിയാത്ത പാപസ്വഭാവങ്ങൾ, വിട്ടുമാറാൻ കഴിയാത്ത ദുർശീലങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇവരെ പുറന്തോടുകൾ പൊട്ടി അകത്തു നിന്നൊരാത്മാവിൻ്റെ കിളിർപ്പ് വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവരെ സഹായിക്കും, അനുഗ്രഹിക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.